ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാലം വഴക്കിട്ടിട്ടുള്ളതും യുദ്ധം ചെയ്തിട്ടുള്ളതും ആരോടാണ്? അത് മറ്റാരുമല്ല, നിങ്ങളോട് തന്നെയാണ്. ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ ആദ്യം സ്വന്തം പോരായ്മകൾ മാത്രം ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നേടിയാൽ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഇതിലും നന്നായി ചെയ്യാമായിരുന്നു എന്ന് സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളെ തന്നെ അംഗീകരിക്കുവാൻ നമുക്കിത്ര പ്രയാസം? സ്വയം അംഗീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം പുറത്തുനിന്ന് നിങ്ങൾക്ക് എത്ര വലിയ വിജയങ്ങളോ അഭിനന്ദനങ്ങളോ ലഭിച്ചാലും ഉള്ളിലെ ആ ശൂന്യത ഒരിക്കലും മാറില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നതെങ്കിൽ അതേ ആളുകളുടെ ഒരു ചെറിയ വിമർശനം കൊണ്ട് അത് തകർന്നടിയുകയും ചെയ്യും. ഈ പ്രശ്നം പൂർണ്ണമായും അവസാനിപ്പിച്ച് നിങ്ങളോട് തന്നെ കരുണ കാണിച്ച് യഥാർത്ഥ ആത്മവിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാമെന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിനായി ഈ ഒരാഴ്ച നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാന പ്രായോഗിക പരിശീലനങ്ങളും ഞാനിതിൽ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ദിവസവും പുറത്തു പോകുമ്പോൾ കനമുള്ള ഒരു ബാഗ് ചുമലിൽ തൂക്കി നടക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഭാരം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അത് ഭാരമാണെന്ന് നിങ്ങൾ ഓർക്കുക പോലുമില്ല. ഇതുപോലെ ഒരു വലിയ മാനസിക ഭാരമാണ് നമ്മളിൽ പലരും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. നീ ഇനിയും നന്നാവണം, നീ കൂടുതൽ അധ്വാനിക്കണം, നിനക്ക് തെറ്റുകൾ പറ്റാൻ പാടില്ല എന്നിങ്ങനെ ഉള്ളിൽ നിന്ന് നിരന്തരം കേൾക്കുന്ന ശബ്ദം. ഒരു ലളിതമായ ഉദാഹരണം പറയാം. നിങ്ങൾ കടയിൽ പോയി ഭംഗിയുള്ള ഒരു ഗ്ലാസ് വാങ്ങുമ്പോൾ അതിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല, അല്ലേ? കാരണം നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നത് ഒരു പെർഫെക്റ്റായ പ്രൊഡക്റ്റാണ്. നിർഭാഗ്യവശാൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്നതും ഇതുപോലെ ഒരു പ്രൊഡക്റ്റായിട്ടാണ്. അതിൽ തെറ്റുകളോ പോരായ്മകളോ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം പിടിക്കുന്നു. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഒരു തോൽവിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ ബിഹേവിയറും നിങ്ങളുടെ വ്യക്തിത്വം, ഐഡന്റിറ്റിയും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാത്തതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. ഈ ചിന്താഗതി മാറ്റി നമ്മളെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇതാ 3 പ്രധാന വഴികൾ. 1. ഉള്ളിലെ വിമർശകനെ തിരിച്ചറിയുക. നോട്ടീസ് സെൽഫ് റിജക്ഷൻ. എന്തുകൊണ്ടാണ് ഇത് പ്രധാനം? നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും ഒരു ശീലമായി മാറിയിട്ടുണ്ടാകും. അത് നമ്മൾ അറിയാറുപോലുമില്ല. മാറ്റങ്ങൾ തുടങ്ങുന്നത് തിരിച്ചറിവിൽ നിന്നാണ്. ഇതിന് എന്ത് ചെയ്യാം? അടുത്ത തവണ ഒരു മോശം ചിന്ത വരുമ്പോൾ അതിനോട് യുദ്ധം ചെയ്യാതെ അത് വെറുതെ ശ്രദ്ധിക്കുക. ഉദാഹരണമായി, കോളേജിലോ ഓഫീസിലോ ഒരു പ്രസൻറ്റേഷൻ മോശമായാൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത്തവണ പ്രസൻറ്റേഷൻ ശരിയായില്ല, അടുത്ത തവണ മെച്ചപ്പെടുത്താം എന്ന് മാറ്റി ചിന്തിക്കാം. 2. സ്വയം കരുണ കാണിക്കുക. സ്പീക്ക് ടു യുവർ സെൽഫ് ലൈക്ക് സംവൺ യു ലവ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? കടുത്ത വിമർശനങ്ങൾ നമ്മളെ തളർത്തുകയുള്ളൂ. എന്നാൽ സെൽഫ് കമ്പാഷൻ, സ്വയം കാണിക്കുന്ന കരുണ നമ്മെ വളർത്തുന്നു. അത് നിങ്ങളുടെ മനസ്സിന് ആവശ്യമായ പോഷകാഹാരം പോലെയാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതേ തെറ്റ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ചെയ്തതെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെ സംസാരിക്കും? സാരമില്ല, മനുഷ്യരല്ലേ, തെറ്റുപറ്റും എന്ന് പറയില്ലേ? അതേ സാന്ത്വനവും കരുണയും നിങ്ങളോട് തന്നെ കാണിക്കുക. 3. വ്യക്തിത്വവും തെറ്റുകളും വേർതിരിക്കുക. സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഫ്രം മിസ്റ്റേക്സ്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനം? തെറ്റ് എന്നത് നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി മാത്രമാണ്. അതൊരിക്കലും നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യം നിശ്ചയിക്കുന്നില്ല. ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ ഒരാൾ ചിന്തിക്കുന്നത് ഞാൻ എത്ര വിഡ്ഢിയാണ് എന്നായിരിക്കാം. എന്നാൽ മറ്റൊരാൾ എനിക്കൊരു അബദ്ധം പറ്റി എന്നായിരിക്കാം ചിന്തിക്കുന്നത്. ഇവിടെ സാഹചര്യം ഒന്നാണെങ്കിലും അവർ സ്വയം നൽകുന്ന അർത്ഥം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആദ്യത്തേത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ തകർക്കുന്നു, രണ്ടാമത്തേത് പഠിക്കുവാനുള്ള അവസരം നൽകുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് കണ്ണടച്ചിരിക്കാം. നിങ്ങളുടെ വലിയൊരു പോരായ്മയായി നിങ്ങൾ കരുതുന്ന കാര്യം മനസ്സിലോർക്കുക. ഇനി നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉള്ളിൽ പറയുക, എനിക്ക്
ഈ പോരായ്മയുണ്ട്. എങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞാനിനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ചയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട 3 ലളിതമായ കാര്യങ്ങൾ താഴെ ചേർക്കുന്നു. 1. മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളോ വിമർശനങ്ങളോ നിങ്ങളുടെ മൂഡിനെ ബാധിക്കുന്നുവെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം പോസ് ചെയ്യുക. ഈ വ്യക്തിയുടെ അഭിപ്രായത്തിന് ഞാൻ അർഹിക്കുന്നതിനും കൂടുതൽ പവർ നൽകുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാം. 2. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. ഉദാഹരണമായി, ഇന്ന് ഞാൻ പ്രയാസമുള്ള ഒരു ജോലി പൂർത്തിയാക്കി, ഇന്ന് ഞാൻ ആ വ്യക്തിയോട് ദേഷ്യപ്പെടാതെ സംസാരിച്ചു എന്ന പോലെ. നിങ്ങളുടെ ഏറ്റവും വലിയ എൻകറേജർ നിങ്ങൾ തന്നെയാവുക. 3. ആരെങ്കിലും നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തന്നാൽ സ്വയം കുറ്റപ്പെടുത്താതെ ഇതിൽ നിന്നും എനിക്ക് എന്താണ് പഠിക്കാൻ സാധിക്കുക എന്ന് ബോധപൂർവം ചോദിക്കുക. അത് നമ്മെ മെച്ചപ്പെടുത്തുവാൻ സഹായകരമായിരിക്കും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വ്യക്തിത്വം ഇതൊന്നും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് എഴുതപ്പെടേണ്ടതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പേന മറ്റൊരാൾക്കും എഴുതുവാൻ വിട്ടുകൊടുക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ മറക്കരുത്. യഥാർത്ഥ കരുണയും പീപ്പിൾ പ്ലീസിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഹെൽത്തിയായ ബൗണ്ടറികൾ സത്യത്തിൽ എങ്ങനെ നമ്മുടെ സ്വയം മൂല്യത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നു. ഈ ഒരു ഞായറാഴ്ച ജൂലൈ 26 നടക്കാനിരിക്കുന്ന എന്റെ ഇമോഷണൽ റീസെറ്റ് വർക്ക്ഷോപ്പിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളത് മിസ് ചെയ്യില്ലല്ലോ. അതിന്റെ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിന്റെ ഡേ 7.